അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മന്തിയും ബിരിയാണിയെല്ലാം കഴിച്ച മടുത്തിനെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. അപ്പോൾ വീഡിയോയിൽ ആരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഈ ഒരു വൈറ്റ് ചിക്കൻ പുലാവ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 250 ml കപ്പിൽ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് ബസ്മതി അരിയാണ് കേട്ടോ, ഇന്ത്യ ഗേറ്റിൻ്റേതാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ഈ ചോറിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് ഗീ, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗീയും കുറച്ച് വെളിച്ചെണ്ണയും വെച്ച് കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം കുറച്ച് സ്പൈസസ് വേണം. ഞാനിപ്പോൾ കുരുമുളക്, ഏലക്ക, പട്ട, കറാമ്പൂ, തക്കോലം എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പ്ലേറ്റിലെടുത്ത കറക്റ്റ് അളവ് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതും നല്ലോണം വഴറ്റിയെടുക്കുക. ഇത് നല്ലോണം പേസ്റ്റ് ആയിട്ടൊന്നും കുക്കാക്കി എടുക്കണ്ട, ജസ്റ്റ് ഉള്ളി ഒന്ന് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതും നല്ലോണം ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ആ ഒരു കുത്തുന്ന സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ പകുതിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ പറയുക, ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചിക്കന് നല്ലോണം ഒന്ന് കുക്കായിട്ട് വരണം, പുറം ഭാഗമെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. തൈര് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ചിക്കനിൽ നല്ലോണം കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് അരിയല്ലേ ചേർത്ത് കൊടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വരണം. നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലെ ഫ്രഷ് ക്രീമില്ലേ അത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോ 1/4 കപ്പോ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ, ചെറിയ റേറ്റേലു. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ വൈറ്റ് ചിക്കൻ പുലാവിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് തിളച്ച് വരുന്ന ടൈമിലെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ കഴുകിയിട്ട് വെള്ളം നല്ലോണം ഊറ്റിയെടുത്ത റൈസ് ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള റൈസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതും നല്ലോണം തിളച്ചിട്ട് ആ ഒരു ബബിൾസ് വരുന്ന ടൈമില്ലേ, ഈ ഒരു ടൈമിൽ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. അധികം അരി ഒന്ന് പൊട്ടാത്ത രീതിയിൽ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം മിക്സ് ആക്കി എടുക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ റൈസ് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇടയിലൊന്നും മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഇതിലെ ഫ്രഷ് ക്രീം ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിലായിരിക്കും നമ്മുടെ റൈസ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് തണിയാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. ഇപ്പം തന്നെ സെർവ് ചെയ്യുക. പക്ഷേ ഇതൊരു ചെറിയ ഒട്ടിപ്പിടിക്കലുണ്ടാവും. ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ റൈസെല്ലാം കറക്റ്റ് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ്. ഇതുണ്ടല്ലേ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ഫ്രഷ് ക്രീമെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്യലാണ്. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം.
അപ്പോൾ ഇതാ വീട്ടിൽ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഞാനിപ്പം 1/2 കിലോ റൈസിലാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്കിത് 1 കിലോ റൈസിൽ ചെയ്തെടുക്കുന്നെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയാമെന്നെങ്കിൽ നമ്മൾ ബിരിയാണിയും മന്തിയും പോലെ ഒന്നല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കാരണം നമ്മൾ ഇതിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെന്താ ഇതിൽ മുളകും തക്കാളിയും എല്ലാം കഴിക്കാനും ചിക്കനും എല്ലാം കഴിക്കാനും വേറെ തന്നെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഒരു 5-10-15 എന്താ പറയുക 10-15 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ബൈ.